Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and in our today's Kerala Renaissance class, we are continuing from our previous class, the important agitations and revolutions in modern Kerala. Today we are start with abstention movement or the Nivartana Prashobha in 1932. Abstention movement or the Nivartana Prashobha in 1932. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം വർഷം 1932. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം വർഷം 1932. Abstention movement or the Nivartana Prashobha was a joint struggle by Hindu backward classes, Muslims and Christians to achieve proper representation in legislative assembly. ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്ക ജാതിക്കാര്, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ മുതലായവര് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം. ഹിന്ദു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവര്, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നിവർ സംയുക്തമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം. Abstention movement demand reservation of seat to different communities in proportion to numerical strength. Abstention movement അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് വിവിധ ജാതിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജനസംഖ്യാനുപാതികമായിട്ട് സീറ്റുകൾ സംവരണം ചെയ്യുക അല്ലെങ്കിൽ സീറ്റുകൾ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. ജനസംഖ്യാനുപാതികമായിട്ട് വിവിധ ജാതിയിൽപ്പെട്ട വ്യക്തികൾക്ക് സീറ്റുകൾ റിസർവ് ചെയ്യുക അല്ലെങ്കിൽ സംവരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം നടന്നത്. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് വെയർ NV ജോസഫ്, C കേശവൻ, TM വർഗീസ് ആൻഡ് PK കുഞ്ഞ്. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു NV ജോസഫ്, C കേശവന്, TM വർഗീസ്, PK കുഞ്ഞ്. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കന്മാരായിരുന്നു NV ജോസഫ്, C കേശവന്, TM വർഗീസ്, PK കുഞ്ഞ്. On December 7, 1932, the representatives of the caste met in the Trivandrum and formed All Travancore Political Conference. 1932 ഡിസംബർ 17 വിവിധ ജാതി മത സംഘടനകളുടെ പ്രതിനിധികള് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് സ്ഥാപിച്ചതാണ് ഓൾ ട്രാവൻകൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. 1932 ഡിസംബർ 17 വിവിധ ജാതിമത സംഘടനകളുടെ പ്രതിനിധികള് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് സ്ഥാപിച്ചതാണ് ഓൾ ട്രാവൻകൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. The All Travancore Political Conference sent a memorandum to Diwan C.P. Ramasamy Iyer in 1933 related to abstention movement. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1933 തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി അല്ലെങ്കിൽ ഓൾ ട്രാവൻകൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് അന്നത്തെ ദിവാനായ C.P. രാമസ്വാമി അയ്യർക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1933 തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി അല്ലെങ്കിൽ ഓൾ ട്രാവൻകൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് അന്നത്തെ ദിവാനായിരുന്ന C.P. രാമസ്വാമി അയ്യർക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. The term abstention or നിവർത്തന put forward by I.C. ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റിന് ആ പേര് അബ്സ്റ്റൻഷൻ അല്ലെങ്കിൽ നിവർത്തന എന്നുള്ള പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് I.C. ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് I.C. ചാക്കോ. C. കേശവൻ delivered the famous കോഴഞ്ചേരി speech in 1935 related to abstention movement. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 C. കേശവന്റെ പ്രശസ്തമായ
കോഴഞ്ചേരി പ്രസംഗം. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 സി കേശവന്റെ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം. The abstention movement led to the formation of Public Service Commission in Travancore in 1936. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് 1936 തിരുവിതാംകൂറിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളുന്നു. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് 1936 തിരുവിതാംകൂറിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളുന്നു. The first Travancore Public Service Commissioner was G.D. Knox. തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ കമ്മീഷണറായ വ്യക്തിയാണ് G.D. Knox. തിരുവിതാംകൂർ PSCയുടെ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് G.D. Knox. ഇപ്പോ നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് വർഷം 1932. ഹിന്ദു പിന്നോക്ക വിഭാഗത്തിലുള്ളവര്, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നിവർ സംയുക്തമായി ചേർന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ജനസംഖ്യാനുപാതികമായിട്ട് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കളായിരുന്നു NV ജോസഫ്, C കേശവന്, TM വർഗീസ്, PK കുഞ്ഞ്. 1932 ഡിസംബർ 17 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിവിധ ജാതിമത സംഘടനകളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് സമ്മേളനം കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഓൾ ട്രാവൻകൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. ഓൾ ട്രാവൻകൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി അന്നത്തെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർക്ക് ഒരു നിവേദനം സമർപ്പിച്ചത് 1933. നിവർത്തന പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റിന് ആ പേര് നൽകിയ വ്യക്തി IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി C കേശവനാണ്. അബ്സ്റ്റൻഷൻ മൂവ്മെന്റിന്റെ ഫലമായിട്ട് 1936 ട്രാവൻകൂറില് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളുന്നു. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് G.D. Knox. Next one is the electricity agitation in 1936. The electricity agitation in 1936. വൈദ്യുതി പ്രക്ഷോഭം വർഷം 1936. വൈദ്യുതി പ്രക്ഷോഭം വർഷം 1936. Electricity agitation was the first stage of the struggle for the responsible government in Kochi. കൊച്ചിയിലെ ഉത്തരവാദിത്വ ഭരണവുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് 1936 ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം. കൊച്ചിയിലെ ഉത്തരവാദിത്വ ഭരണവുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് 1936 ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുത പ്രക്ഷോഭം. The electricity agitation started in Thrissur in 1936. വൈദ്യുത പ്രക്ഷോഭം ആരംഭിക്കുന്നത് 1936 തൃശൂരിലാണ്. വൈദ്യുത പ്രക്ഷോഭം ആരംഭിക്കുന്നത് 1936 തൃശൂരിലാണ്. The electricity agitation was against the privatization of electricity supply in Thrissur by the Diwan R.K. Shanmugam Chetty. ദിവാനായിരുന്ന R.K. ഷൺമുഖം ചെട്ടി തൃശൂരിലെ വൈദ്യുത വിതരണം സ്വകാര്യവൽക്കരിച്ചതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുത പ്രക്ഷോഭം നടന്നത്. ദിവാനായിരുന്ന R.K. ഷൺമുഖം ചെട്ടി തൃശൂരിലെ വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിച്ചതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുത പ്രക്ഷോഭം 1936 നടക്കുന്നത്. The main leaders of electricity agitation were ഇക്കണ്ട വാര്യർ ആൻഡ് Dr. A.R. മേനോൻ. വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാക്കന്മാരായിരുന്നു ഇക്കണ്ട വാര്യര്, Dr. A.R. മേനോൻ. വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാക്കന്മാരാണ് ഇക്കണ്ട വാര്യർ, Dr. A.R. മേനോൻ. The electricity agitation suppressed by the Cochin government in 1936. വൈദ്യുതി പ്രക്ഷോഭം
കൊച്ചിൻ സർക്കാർ 1936 തന്നെ അടിച്ചമർത്തി. ഇപ്പോ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം വർഷം 1936. കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് 1936 ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുതി പ്രക്ഷോഭം ആരംഭിക്കുന്നത് 1936 തൃശൂരിലാണ്. അന്നത്തെ ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി തൃശൂരില് വൈദ്യുത വിതരണം സ്വകാര്യവൽക്കരിച്ചതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ നടന്നത്. വൈദ്യുത പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അജിറ്റേഷന്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു ഇക്കണ്ടവാര്യരും ഡോക്ടർ AR മേനോനും. കൊച്ചി ഗവൺമെന്റ് 1936 തന്നെ വൈദ്യുത പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അടിച്ചമർത്തി. Next one is the struggle for responsible government in 1938. The struggle for responsible government or the ഉത്തരഭാരത ഭരണ പ്രക്ഷോഭ in 1938. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം വർഷം 1938. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം വർഷം 1938. The struggle for responsible government was an agitation by Travancore State Congress in Travancore for a responsible government in Travancore. സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938 എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ഒരു ഉത്തരവാദ ഭരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1938 നടന്ന പ്രക്ഷോഭമാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ഒരു ഉത്തരവാദ ഭരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1938 നടന്ന പ്രക്ഷോഭമാണ്. The Travancore State Congress was formed on 1938 February 23. Its first chairman was C.V. Kunjiraman, first president was Pattandanu Pilla, and first secretary was P.S. Nadaraja Pilla. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നത് 1938 ഫെബ്രുവരി 23. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നത് 1938 ഫെബ്രുവരി 23. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു C.V. കുഞ്ഞിരാമൻ. ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു പട്ടംതാണുപിള്ള. ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു P.S. നടരാജപിള്ള. ഇപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നത് 1938 ഫെബ്രുവരി 23. അതിന്റെ ആദ്യത്തെ ചെയർമാനാണ് C.V. കുഞ്ഞിരാമൻ. ആദ്യത്തെ പ്രസിഡന്റാണ് പട്ടംതാണുപിള്ള. ആദ്യത്തെ സെക്രട്ടറിയാണ് P.S. നടരാജപിള്ള. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആൻഡ് യൂത്ത് ലീഗ് were banned in Travancore by Diwan Sir C.P. Ramasamy Iyer during the struggle for responsible government. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന C.P. രാമസ്വാമി അയ്യർ വിലക്ക് കൽപ്പിച്ച രണ്ട് സംഘടനകളാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന C.P. രാമസ്വാമി അയ്യർ വിലക്കിയ അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്തിയ രാഷ്ട്രീയ സംഘടനകളാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും. The historical Rajdhani March was led by Akkama Cherian in 1938 related to the struggle for responsible government. ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ട് ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്. വർഷം 1938. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1938 ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്. In 1939 February 13, Travancore State Congress called for Responsible Government Day. 1939 ഫെബ്രുവരി 13 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചു. 1939 ഫെബ്രുവരി 13 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചു. അപ്പോൾ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം വർഷം 1938.
തിരുവിതാംകൂറിൽ ഒരു ഉത്തരവാദ ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് നടന്നത്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നത് 1938 ഫെബ്രുവരി 23 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ ചെയർമാൻ CV കുഞ്ഞിരാമനാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടംതാണുപിള്ളയാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി PS നടരാജപിള്ളയാണ്. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ വിലക്കേർപ്പെടുത്തിയ സംഘടനകളാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ചരിത്രപ്രസിദ്ധമായ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. വർഷം 1938. 1939 ഫെബ്രുവരി 13 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചു. നെക്സ്റ്റ് വൺ ഈസ് കയ്യൂർ റിവോൾട്ട് ഇൻ 1941. കയ്യൂർ റിവോൾട്ട് ഇൻ 1941. അടുത്തത് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം 1941. The Kayyur revolt took place on 1941 March 28 in Kayyur, Kasaragod district. 1941 മാർച്ച് 28 കാസർഗോഡ് ജില്ലയിലെ കയ്യൂരാണ് കയ്യൂർ സമരം നടക്കുന്നത്. 1941 മാർച്ച് 28 കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിലാണ് കയ്യൂർ സമരം നടന്നത്. The Kayyur revolt was against landlords and imperialists by peasants and farmers. ഭൂമി ഉടമകൾക്കും കുത്തക മുതലാളിമാർക്കുമെതിരെ തൊഴിലാളികളും കർഷകരും നടത്തിയ പ്രക്ഷോഭമാണ് കയ്യൂർ സമരം. ഭൂ ഉടമകൾക്കും കുത്തക മുതലാളിമാർക്കുമെതിരെ കർഷകരും തൊഴിലാളികളും ചേർത്ത് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് 1941 കയ്യൂർ സമരം അല്ലെങ്കിൽ കയ്യൂർ ലഹള. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർഗനൈസ് ദ കയ്യൂർ റിവോൾട്ട്. കയ്യൂർ ലഹള അല്ലെങ്കിൽ കയ്യൂർ സമരത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കയ്യൂർ ലഹള അല്ലെങ്കിൽ കയ്യൂർ സമരത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഡ്യൂറിംഗ് എ പ്രൊസഷൻ ലെഡ് ബൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, one police constable killed and the police captured and hung 5 of them on 29th March 1943. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ നടന്ന ഒരു ജാഥയ്ക്കിടെ ഒരു പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെടുകയും അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട 5 പേരെ 1943 മാർച്ച് 29 പോലീസ് തൂക്കിലേറ്റുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച ഒരു ജാഥയ്ക്കിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും അതിനെ തുടർന്ന് 5 പേരെ 1943 മാർച്ച് 29 പോലീസ് തൂക്കിലേറ്റുകയും ചെയ്തു. ദ 5 പേർ മടത്തിലപ്പു, പോടോറ കുഞ്ഞമ്പു നായർ, കോയിത്തട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ ആൻഡ് ചുരിക്കാടൻ കൃഷ്ണൻ നായർ. പോലീസ് തൂക്കിലേറ്റിയ 5 പേരാണ് മടത്തിൽ അപ്പു, പോടോറ കുഞ്ഞമ്പു നായർ, കോയിത്തട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, ചുരിക്കാടൻ കൃഷ്ണൻ നായർ. കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് തൂക്കിലേറ്റിയ 5 പേരാണ് മടത്തിൽ അപ്പു, പോടോറ കുഞ്ഞമ്പു നായർ, കോയിത്തട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, ചുരിക്കാടൻ കൃഷ്ണൻ നായർ. ദ ബുക്ക് കയ്യൂർ സമരചരിത്രം വാസ് റിട്ടൺ ബൈ VV കുഞ്ഞമ്പു. കയ്യൂർ സമരചരിത്രം എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് VV കുഞ്ഞമ്പു. കയ്യൂർ സമരചരിത്രം എന്ന പുസ്തകം എഴുതിയത് VV കുഞ്ഞമ്പു. ദ നോവൽ ചിരസ്മരണ റിട്ടൺ ബൈ നിരഞ്ജന ഡിസ്ക്രൈബ് ദ കയ്യൂർ റിവോൾട്ട്. കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് നിരഞ്ജന എഴുതിയ പുസ്തകമാണ് ചിരസ്മരണ. കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് നിരഞ്ജന എഴുതിയ പുസ്തകമാണ് ചിരസ്മരണ. ദ ഫിലിം മീനമാസത്തിലെ സൂര്യൻ was directed by ലെനിൻ രാജേന്ദ്രൻ is about കയ്യൂർ റിവോൾട്ട്. കയ്യൂർ ലഹളയെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ ലഹളയെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. അപ്പോൾ കയ്യൂർ ലഹള അല്ലെങ്കിൽ കയ്യൂർ സമരം വർഷം 1941.
ഇത് നടന്നത് കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ എന്ന സ്ഥലത്ത് 1941 മാർച്ച് 28-നാണ്. കയ്യൂർ ലഹള എന്ന് പറയുന്നത് ഭൂ ഉടമകൾക്കും കുത്തക മുതലാളിമാർക്കുമെതിരെ കർഷകരും തൊഴിലാളികളും നടത്തിയ പ്രക്ഷോഭമാണ്. കയ്യൂർ ലഹള അല്ലെങ്കിൽ കയ്യൂർ സമരത്തിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥയ്ക്കിടെ ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുകയും അതിനെ തുടർന്ന് അറസ്റ്റിലായ 5 പേരെ പോലീസ് 1943 മാർച്ച് 29 തൂക്കിലേറ്റുകയും ചെയ്തു. പോലീസ് തൂക്കിലേറ്റിയ 5 പേരാണ് മടത്തിലപ്പു, പോളോറ കുഞ്ഞമ്പു നായർ, കോയിത്തട്ടിൽ ചിരികണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, ചുരീക്കാടൻ കൃഷ്ണൻ നായർ. കയ്യൂർ സമരചരിത്രം എന്ന പുസ്തകം എഴുതിയത് VV കുഞ്ഞമ്പുവാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജനയാണ്. കയ്യൂർ സമരചരിത്രം ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. നെക്സ്റ്റ് വൺ ഈസ് പുന്നപ്ര വയലാർ റിബലിയൻ ഇൻ 1946. പുന്നപ്ര വയലാർ റിബലിയൻ ഇൻ 1946. പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര വയലാർ സമരം 1946. The Punnapra Vailar rebellion was against the constitutional reforms of the Diwan of Travancore, Sir C.P. Ramaswamy Iyer. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ C.P. രാമസ്വാമി അയ്യരുടെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് പുന്നപ്ര വയലാർ കലാപം 1946 നടക്കുന്നത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ C.P. രാമസ്വാമി അയ്യരുടെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് പുന്നപ്ര വയലാർ റിബലിയൻ അല്ലെങ്കിൽ പുന്നപ്ര വയലാർ കലാപം 1946 നടക്കുന്നത്. പുന്നപ്ര വയലാർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട്. ആലപ്പുഴ ജില്ലയിലെ സ്ഥലങ്ങളാണ് പുന്നപ്ര വയലാർ. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് പുന്നപ്ര വയലാർ. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒപ്പോസ് ദ ക്രിയേഷൻ ഓഫ് അമേരിക്കൻ മോഡൽ ഗവൺമെന്റ് ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മാതൃകയിലുള്ള ഭരണം കൊണ്ടുവരുന്നതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തതിനെ തുടർന്നാണ് പുന്നപ്ര വയലാർ കലാപം ഉണ്ടാകുന്നത്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മാതൃകയിലുള്ള ഗവൺമെന്റ് രൂപം കൊള്ളുന്നതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച പ്രക്ഷോഭമാണ് 1946 പുന്നപ്ര വയലാർ റിബലിയൻ. ദ സ്ലോഗൻ ഓഫ് പുന്നപ്ര വയലാർ റിബലിയൻ വാസ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരത്തിന്റെ സമരകാഹളമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് പുന്നപ്ര വയലാർ റിബലിയൻ വെയർ K. കുമാരപ്പണിക്കർ ആൻഡ് K.C. വേലായുധൻ. പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു K. കുമാരപ്പണിക്കര്, K.C. വേലായുധൻ. പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു K. കുമാരപ്പണിക്കര്, K.C. വേലായുധൻ. K. കുമാരപ്പണിക്കർ ഈസ് നോൺ ആസ് വയലാർ സ്റ്റാലിൻ ആൻഡ് K.C. വേലായുധൻ നോൺ ആസ് വയലാർ മൂപ്പൻ. K.C. കുമാരപ്പണിക്കർ അറിയപ്പെടുന്നത് വയലാർ സ്റ്റാലിൻ എന്നാണ്. K.C. വേലായുധൻ അറിയപ്പെടുന്നത് വയലാർ മൂപ്പൻ എന്നാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് K. കുമാരപ്പണിക്കരാണ്. വയലാർ മൂപ്പൻ എന്നറിയപ്പെടുന്നത് K.C. വേലായുധനാണ്. പുന്നപ്ര വയലാർ ട്രാജഡി ഒക്കേർഡ് ഇൻ ഒക്ടോബർ 1946. പുന്നപ്ര വയലാർ ദുരന്തം നടക്കുന്നത് 1946 ഒക്ടോബർ മാസമാണ്. പുന്നപ്ര വയലാർ ദുരന്തം നടക്കുന്നത് 1946 ഒക്ടോബർ മാസമാണ്. പുന്നപ്ര വയലാർ കലാപം അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം വർഷം 1946. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന C.P. രാമസ്വാമി അയ്യരുടെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് പുന്നപ്ര വയലാർ സമരം രൂപം കൊണ്ടത്. പുന്നപ്ര വയലാർ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന C.P. രാമസ്വാമി അയ്യര് അമേരിക്കൻ മാതൃകയിലുള്ള ഗവൺമെന്റ് രൂപം കൊള്ളുന്നതിനെതിരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്തതാണ് 1946 പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളതാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു K. കുമാരപ്പണിക്കര്, K.C. വേലായുധൻ. K. കുമാരപ്പണിക്കർ അറിയപ്പെടുന്നത് വയലാർ സ്റ്റാലിൻ എന്നാണ്. K.C. വേലായുധൻ അറിയപ്പെടുന്നത് വയലാർ മൂപ്പൻ എന്നാണ്.
പുന്നപ്ര വയലാർ ദുരന്തം നടക്കുന്നത് 1946 ഒക്ടോബർ മാസം. Next one is Palyam Satyagraha in 1947. Palyam Satyagraha in 1947. Palyam Satyagraha is to get open a road surrounding Palyam temple in Kochi. കൊച്ചിയിലെ പാലിയം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റോഡുകൾ എല്ലാ ആൾക്കാർക്കും തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1947 പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം വർഷം 1947. പാലിയം സത്യാഗ്രഹം നടന്നത് കൊച്ചിയിലെ പാലിയം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകൾ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാലിയം സത്യാഗ്രഹ ഓർ ദ അജിറ്റേഷൻ inaugurated by C. Keshavan in 1947 December 4. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് 1947 ഡിസംബർ 4. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം സി കേശവൻ ഉദ്ഘാടനം ചെയ്യുന്നത്. The പാലിയം സത്യാഗ്രഹ was led by SNDP, പുലേ മഹാസഭ ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകളാണ് SNDP, പുലേ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകളാണ് SNDP, പുലേ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. The members of ചിറക്കൽ കോവിലകം ആൻഡ് കൊച്ചിൻ കോവിലകം also took part in the പാലിയം struggle. പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത രാജകുടുംബാംഗങ്ങളാണ് ചിറക്കൽ കോവിലകവും കൊച്ചി കോവിലകവും. പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത രാജ കുടുംബങ്ങളാണ് ചിറക്കൽ കോവിലകവും കൊച്ചി കോവിലകവും. The പാലിയം സത്യാഗ്രഹ came to end by Cochin Temple Entry Proclamation in 1948. 1948 കൊച്ചിൻ ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് പാലിയം സത്യാഗ്രഹം അവസാനിച്ചു. 1948 കൊച്ചിൻ ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് പാലിയം സത്യാഗ്രഹം അവസാനിച്ചു. A.G. വേലായുധൻ was a martyr of പാലിയം സത്യാഗ്രഹ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണ് A.G. വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണ് A.G. വേലായുധൻ. In 1948, all temples of Cochin were open to all Hindus. 1948 കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നുകൊടുത്തു. 1948 കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നുകൊടുത്തു. അപ്പോൾ പാലിയം സത്യാഗ്രഹം വർഷം 1947. 1947 കൊച്ചിയിലെ പാലിയം ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള റോഡുകൾ എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കുന്നതിന് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലിയം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകളാണ് SNDP, പുലേ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത രാജകുടുംബങ്ങളാണ് ചിറക്കൽ കോവിലകവും കൊച്ചി കോവിലകവും. 1948 കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് പാലിയം സത്യാഗ്രഹം അവസാനിക്കുന്നു. പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷിയാണ് A.G. വേലായുധൻ. 1948 കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നു. അത്രയാണ് പാലിയം സത്യാഗ്രഹം. So friends, that's all about today's topic. Thank you.